പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും ഒരു പൂന്തോട്ടം ഇഷ്ടമാണല്ലേ? എന്തുകൊണ്ടാണ് നാം പൂന്തോട്ടത്തെ ഇഷ്ടപ്പെടുന്നത്? അവിടെ ഒരുപാട് പൂക്കളുണ്ട്, പല നിറത്തിലും പല മണത്തിലുമുള്ളവ. അവിടെ ഒന്ന് വിശ്രമിച്ചാലോ? മനസ്സിന് ഒരുപാട് സന്തോഷവും ആശ്വാസവും. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഡെയിലി ഇൻസൈറ്റിൽ റീഡിംഗ് ഹാബിറ്റ് എന്ന വിഷയവുമായി നിങ്ങളോടൊപ്പം ഖദീജ എബി. പിന്നെ ഈ വായനയ്ക്ക് എന്താ ഒരു പൂന്തോട്ടത്തിൻ്റെ കഥ പറഞ്ഞു തുടങ്ങിയത് എന്നായിരിക്കും ആലോചിക്കുന്നതല്ലേ? ഒരു ചൈനീസ് പഴമൊഴിയില്ലേ, പുസ്തകം പോക്കറ്റിൽ കൊണ്ടു നടക്കാവുന്ന ഒരു പൂന്തോട്ടമാണെന്ന്? അതെ, നമുക്കറിയാം, വായനയുടെ ലോകം വളരെ വിശാലമാണ്. ആ വിശാലമായ ലോകത്ത് നമുക്ക് എത്തിച്ചേരുക അത്ര പ്രയാസമുള്ള ഒന്നൊന്നുമല്ല. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, വലിയ വിശാലമായ ആഴമേറിയ ഒരു കടൽ. അതുപോലെയാണ് ഈ വായനയുടെ ലോകം. ആ കടലിലെ മുഴുവൻ വെള്ളവും നമുക്ക് സ്വന്തമാക്കുക അസാധ്യമെന്ന്. പക്ഷേ അതിലെ ഒരു തുള്ളി വെള്ളമെങ്കിലും നമുക്ക് സ്വന്തമാക്കിക്കൂടെ? അതെ, അറിവിൻ്റെ ഈ ലോകം നമുക്ക് എത്തിപ്പിടിക്കണമെങ്കിൽ നാം ഒരുപാട് പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ വായനയുടെ ലോകം എപ്പോഴാണ് നമ്മളിലേക്ക് ആവാഹിച്ചെടുക്കേണ്ടത്? അല്ലെങ്കിൽ റീഡിംഗ് ഹാബിറ്റ് എപ്പോഴാണ് തുടങ്ങേണ്ടത്? നമുക്ക് അക്ഷരം എന്ന് മനസ്സിലാകുന്നുവോ അന്ന് മുതൽ വായനയുടെ ലോകത്തേക്ക് നമുക്ക് വരാം. കാരണം കുട്ടിക്കാലത്ത് വലിയ വിജ്ഞാനമുണ്ടാക്കാനൊന്നുമല്ല നാം വായിക്കുന്നത്, അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ, അതിലൂടെ കുഞ്ഞു കുഞ്ഞു കഥകൾ മനസ്സിലാക്കാം. ഈ ലോകത്തേക്ക് പതുക്കെ പതുക്കെ പിച്ചവച്ച് ഇറങ്ങാനാണ് ആ കഥകൾ നാം വായിക്കുന്നത്. എന്നാൽ കുറച്ചു കാലം കഴിയുമ്പോൾ ഒരുപാട് വലിയ വലിയ ചിന്തകളിലേക്ക് വഴിയൊരുക്കുന്ന ഒന്നായി ഈ പുസ്തകങ്ങളും വായനയും ആയിത്തീരും. ഇനി ഒന്ന് ആലോചിച്ചു നോക്കൂ, എന്തിനാണ് നാം വായിക്കുന്നത് എന്ന്. നമുക്കറിയാം, ഒരുപാട് മഹത് വ്യക്തികളുടെ അറിവിനെ ആറ്റിക്കുറുക്കി എടുക്കുന്ന ഒരു രൂപമാണ് പുസ്തകങ്ങൾ അല്ലെങ്കിൽ വായനകൾ എന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന പഴയകാലത്ത് മുതൽ കണ്ടു തുടങ്ങിയ ഈ പുസ്തകങ്ങൾ മാത്രമല്ല കേട്ടോ. ഇന്ന് നാം ഉപയോഗിക്കുന്ന ആധുനിക ടെക്നോളജി ആണെങ്കിലും നമുക്ക് വായിക്കാം. അങ്ങനെ ഒരിക്കലും നമുക്ക് ഒരു മഹത് വ്യക്തിയുടെ അടുത്ത് പോയി അറിവ് നേടി വരിക എന്നത് അത്ര എളുപ്പമാവില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ പുസ്തക രൂപത്തിൽ കിട്ടുമ്പോൾ എന്തുകൊണ്ട് നമുക്കത് വായിച്ചുകൂടാ? രണ്ടാമത്, നമുക്കറിയാം, നാം പലപ്പോഴും വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ സമയത്തെ വെറുതെ കൊല്ലുകയാണ്. ബോറടിക്കുന്നു, വെറുതെ ഇരിക്കുന്നു. എന്നാൽ പല ആവശ്യമില്ലാത്ത ചിന്തകളും നമ്മളിലേക്ക് എത്തുന്നു. ചിലപ്പോഴെങ്കിലും ചീത്ത കൂട്ടുകെട്ടിലേക്ക് നമ്മെ വഴി തിരിച്ചുവിടുകയും ചെയ്യുന്നു. ഇല്ലെങ്കിൽ സമൂഹ വിരുദ്ധമായ പല കാര്യങ്ങളും നമ്മളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. നമുക്ക് നമ്മുടെ സമയത്തെ വേണ്ട രീതിയിൽ ഉപയോഗിച്ചുകൂടെ വായനയിലൂടെ? മൂന്നാമത്, വായന അല്ലെങ്കിൽ പുസ്തകം ഒരു നല്ല ചങ്ങാതിയെ പോലെ ആയിരിക്കണം. നമുക്കറിയാം, വായനാശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കുന്നത് പോലെയാണ്. ഒരു നല്ല വായനാശീലം ഉണ്ടാക്കിയെടുക്കണം. ഇല്ലെങ്കിൽ ആ വായനയിലൂടെ ആവശ്യമില്ലാത്ത ലോകത്തേക്ക് നമുക്ക് പോകുവാനും കഴിയും. കാരണം ഇന്ന് എല്ലാം ഇവിടെ നിമിഷ നേരം കൊണ്ട് അവൈലബിളാണ് എന്നുള്ളത് തന്നെ. ഇനി വായനാശീലം നമുക്കുണ്ടായാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് തിരിച്ചറിയുക. ആ ലക്ഷ്യത്തിനനുസരിച്ചുള്ള പുസ്തകങ്ങൾ വായിച്ച് മുന്നോട്ട് പോവുക. രണ്ടാമത്, നാം വായിക്കുമ്പോൾ ചില ലക്ഷ്യങ്ങളോട് ഇടുക. അതായത് ഇത്ര സമയത്തിനകത്ത് ഞാൻ ഇന്നത് വായിച്ചു തീർക്കുമെന്ന്. മൂന്നാമത്, നാം വായിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ കുറിപ്പെഴുതുക. 4, നാം പല പുസ്തകങ്ങളും വായിക്കും. നമുക്ക് പറ്റിയ സുഹൃത്തുക്കളുമായി ഇതിനെ ചർച്ച ചെയ്യുക. ഇനിയും ഒരുപാടുണ്ട് കേട്ടോ വായനയെക്കുറിച്ച് അല്ലെങ്കിൽ റീഡിംഗ് ഹാബിറ്റിനെ കുറിച്ച് പറയാൻ. എന്നാലും നമുക്ക് അവസാനം കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു കൊട്ടേഷൻ ഓർക്കാം. എനിക്ക്
പുസ്തകത്തിന് പുത്തകം എന്ന് പറയാറുണ്ട്. എനിക്ക് പുത്തകം എന്ന് പറയുന്നത് ഇഷ്ടമാണ്. കാരണം പുത്തൻ അറിവ് നൽകുന്നതാണല്ലോ പുസ്തകം. ഓക്കെ, താങ്ക് യു.